റീസെന്റ് ആയിട്ട് ഒരു എൻക്വയറി വന്നത് എന്താന്ന് വെച്ചാൽ നോർമലി ബാച്ചിലർ സ്റ്റുഡൻസിനും മാസ്റ്റർ സ്റ്റുഡൻസിനും ഇവര് വിസക്ക് അപ്ലൈ സമയത്ത് ITR ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പൊ അതുപോലെ തന്നെ PhD-കാർക്കും വേണോ എന്നുള്ളതാണ്. അപ്പൊ PhD-കാരുടെ കേസിൽ നമുക്ക് സ്കോളർഷിപ്പും മന്ത്ലി സ്റ്റൈപ്പൻഡും അല്ലെ ട്യൂഷൻ ഫീ വേവിയർ ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് മാത്രം കാണിച്ചാൽ മതി നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പൊ എന്റെ കേസിൽ ഞാൻ IDP വഴിയാണ് ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തത്, പക്ഷേ എനിക്ക് അഡ്മിഷൻ അവരല്ല എടുത്തു തന്നത്. അപ്പോൾ ഞാൻ വിസക്ക് അവർ വഴിയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അവരെന്നോട് എക്സ്ട്രാ ഒരു എമൗണ്ട് കാണിക്കാൻ പറഞ്ഞത് ആകെ എന്റെ ടിക്കറ്റ് ഫെയർ മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു എമൗണ്ട് എന്റെ അക്കൗണ്ട് കാണിക്കാൻ പറഞ്ഞു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം എന്റെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് മാത്രമാണ്. അപ്പൊ എനിക്ക് 1 വീക്ക് കൊണ്ട് എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അധികം ITR-ന്റെ കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസിന്റെ കാര്യമോ ഓർത്തിട്ട് ടെൻഷൻ അടിക്കണം. നിങ്ങൾക്ക് ഓൾറെഡി PhD അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, സ്കോളർഷിപ്പ് അടക്കം കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, വിസക്ക് നേരെ അപ്ലൈ ചെയ്യാം, നേരെ കയറി പോരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.